ഹോയ്, വെൽക്കം ബാക്ക് ടു ചിരാസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എൻ്റെ മോനെ ഇത് കഴിച്ച് നോക്കിയാലടാ അജ്ജാതിക്ക് ഇടുവാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചിക്കൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബോൺലെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, മിക്സ് ചെയ്തിട്ടും എടുക്കാം. ഞാൻ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ കുറച്ച് നേരം ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വെക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ മുളക് പൊടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ ഫുള്ള് എടുക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്തായാലും 1 മണിക്കൂറൊക്കെ ഒന്ന് വെക്കണം. ഇനി 1 മണിക്കൂർ വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലേ അതിലേക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുള്ളൂ. നമ്മൾ പെട്ടെന്ന് ചെയ്താൽ തന്നെ ഈ നാരങ്ങ നീരൊക്കെ അതിലേക്ക് പിടിച്ചെടുക്കാൻ കുറച്ച് സമയമാവും. അപ്പോൾ അതാ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് മറിച്ചിട്ടൊക്കെ വേവിക്കാം കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പിന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 തവണ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങളാണ് ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 1/2 കിലോ ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമുളക് വറുത്തിട്ടില്ല, ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടൊമാറ്റോ പുഴുങ്ങിയാണ്ട് അടിച്ചെടുത്താൽ മതി. ഇതാ നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഡീപ്പായിട്ടൊന്നും ആവണ്ട, ഒരു മിതമായിട്ട് വെന്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇങ്ങനെ ഞാൻ 2 വട്ടം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റയടിക്ക് എൻ്റെത് വെന്തില്ല. അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ട് വേവിച്ചെടുത്തത്. ഇപ്പം അതൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ച ഉണക്കമുളക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 or 3 നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യേ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുകയോ ചെയ്യണം കേട്ടോ. നല്ല ഫ്ലെയിം ആയാൽ കരിഞ്ഞു പോവാതെ നോക്കണം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇനി ആ വറുത്തെടുത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി, നമ്മൾ കഷ്ണങ്ങളാക്കിയ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായി ആ എണ്ണയും മുളകും ഒക്കെ പിടിക്കുന്നതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട്, വല്ലാതെ കത്തിച്ചാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലൊന്ന് വറുത്തെടുക്കാം. അത് എണ്ണയിൽ വറുത്തെടുക്കുകയും ചെയ്യാം, ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം.
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എടുത്തു വെച്ച ടൊമാറ്റോ കെച്ചപ്പ്, 1 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ടൊമാറ്റോ നമുക്ക് കുറച്ച് മധുരമായിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ, പുഴുങ്ങിയാണ്ട്. ആ കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട് അല്ലേ, നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചിക്കനിലേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നാം ക്രഷ് ചെയ്ത് വെച്ച ഉണക്കമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ഉണക്കമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ പാകമായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.